الذين استجابوا لله والرسول من بعد ما أصابهم القرح للذين أحسنوا منهم واتقوا أجر عظيم. الذين ഒരു കൂട്ടം ആളുകൾ ഇസ്തജാബൂ ലില്ലാഹി വറസൂൽ അല്ലാഹുവിനും റസൂലിനും ഉത്തരം നൽകി മിൻ ബഅദി മാ അസ്വാബഹുമുൽ ഖർഹ് അവർക്ക് മുറിവേറ്റതിന് ശേഷം അവർ ഉത്തരം നൽകി ലില്ലദീന അഹ്സനൂ മിൻഹും അവരിൽ നന്മ പ്രവർത്തിക്കുകയും വത്തഖൗ ഭയഭക്തി മുറുകെ പിടിക്കുകയും ചെയ്തവർക്കുണ്ട് അജ്റുൻ അദീം വമ്പിച്ച പ്രതിഫലമുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് നാം എല്ലാവരുടെയും മാതൃകാ പുരുഷന്മാരായ സഹാബത്തിന്റെ ഒരു മഹൽ ഗുണം വിവരിക്കുകയാണ്. ഉഹദ് യുദ്ധത്തിൽ അവർക്ക് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി. അങ്ങനെ അവർ അതിൽ നിന്നും മടങ്ങി മദീന മുനവ്വറയിൽ എത്തിയപ്പോൾ ഒരു ഭാഗത്ത് ശത്രുക്കളായ മക്കക്കാർ നമുക്ക് നല്ലൊരവസരം ലഭിച്ചിട്ടും മുസ്ലിംകളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ടൊന്നും കൂടി മടങ്ങിപ്പോയി അവരുമായി പോരാടാം എന്ന് ചർച്ച ചെയ്തു. മറുഭാഗത്ത് അവർ മടങ്ങി വരുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ന്യായമായി സംശയമുണ്ടായി. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, നമുക്ക് ഒന്നുകൂടി ശത്രുക്കൾ പോയ വഴിയിലൂടെ സഞ്ചരിക്കാം, അവരുണ്ടെങ്കിൽ അവരെ നേരിടാം, അവരില്ലെങ്കിൽ അവർക്ക് വ്യക്തമായ രീതിയിൽ നമുക്ക് അറിയിപ്പ് നൽകുകയും ചെയ്യാം. നിങ്ങളുടെ കുഴപ്പങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ തീർത്തും നിങ്ങൾ കുഴപ്പത്തിന് വരികയാണെങ്കിൽ നേരിടാൻ തയ്യാറാണ് എന്നറിയിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, കുറച്ചാളുകൾ ഒന്നും കൂടി അതേ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുക. മഹാന്മാരായ സഹാബികൾ വലിയ പ്രയാസങ്ങൾ സഹിക്കുകയും മുറിവേൽക്കുകയും ചെയ്തതിനു ശേഷവും അവരിൽ 70 മഹത്തുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത് പ്രകാരം നിഷേധികളുടെ വഴിയിലൂടെ പോയി അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ സന്നദ്ധരായി. അങ്ങനെ അവർ മദീനയിൽ നിന്ന് പുറപ്പെടുകയും 10 കിലോമീറ്റർ ദൂരമുള്ള ഹംറാഉൽ അസദ് വരെയും നിഷേധികളുടെ പിന്നിൽ പോകുകയും ചെയ്തു. എന്നാൽ സഹാബികൾ ഇപ്രകാരം വരുന്നതായ വിവരം ശത്രുക്കൾക്ക് ലഭിച്ചപ്പോൾ പടച്ചവൻ അവരുടെ മനസ്സിൽ വല്ലാത്ത ഭയം വിട്ടുകൊടുക്കുകയും മുഹമ്മദും കൂട്ടരും കടുത്ത പ്രതികാരം ചെയ്യാൻ വരികയാണെന്ന് ഭയന്ന് അവരെല്ലാവരും ഭയന്ന് പിന്മാറുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തിറങ്ങിയത്. الذين استجابوا لله والرسول മഹാന്മാരായ സഹാബികൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും
വിളിക്ക് പരിപൂർണമായി ഉത്തരം നൽകുന്നവരാണ്. മിൻ ബഅദി മാ അസാബഹുമുൽ ഖർഹ്, അവർക്ക് മുറിവേറ്റതിന് ശേഷം അവരിലെ 70 പേർ കൊല്ലപ്പെട്ടു. ധാരാളം ആളുകൾക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമുണ്ടായി. നായകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും വലിയ പരിക്കുകളേറ്റു. എന്നിട്ടും അവർ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് പരിപൂർണ മനസ്സോടുകൂടി അവർ യാത്ര ചെയ്തു പോയി. സഹോദരങ്ങളെ, ഇത് നമുക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. രാത്രി ക്ഷീണിച്ച് വൈകി വന്ന് ഉറങ്ങുന്നതായ സമയത്ത് സുബഹിയുടെ സന്ദർഭത്തിൽ പടച്ചവന്റെ ഭാഗത്തു നിന്നും വിളി വരുന്നു. ആ വിളി സ്വീകരിച്ച് സുബഹി നമസ്കാരം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും എഴുന്നേറ്റ് നല്ല നിലയിൽ നമസ്കരിക്കുക, ഇത് സഹാബത്തിന്റെ ഗുണമാണ്. റമദാൻ മാസത്തിൽ കഠിനമായ ചൂടുണ്ട്, ദാഹമുണ്ട്, വിശപ്പുണ്ട്, അതെല്ലാം സഹിച്ചു നോമ്പ് പിടിക്കുക മഹാന്മാരായ സഹാബത്തിന്റെ ഗുണമാണ്. അതുപോലെ സക്കാത്ത് കൊടുക്കാൻ, സദക്ക നൽകാൻ മനസ്സ് വല്ലാതെ പിശുക്ക് കാട്ടുന്നു. ദൂർത്തടിക്കാനും ആവശ്യങ്ങൾക്കും അനാവശ്യങ്ങൾക്കും ചെലവഴിക്കാനും സ്വന്തം താൽപര്യങ്ങളിലായി സമ്പത്ത് ഒഴുക്കാനും മനസ്സാഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന് പൊരുത്തമായ വഴിയിൽ ദാനധർമ്മങ്ങളുടെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക കുറച്ച് പ്രയാസത്തിന്റെ കാര്യമാണ്. അതുപോലെ തന്നെ യുവത്വമുണ്ട്, എന്നുമെന്നും പണമുണ്ടായിരിക്കും, ആരോഗ്യമുണ്ടായിരിക്കുമെന്ന് പിശാചും മനസ്സും പറയുകയും ചെയ്യുന്നു. ആ സമയത്തും പരിശുദ്ധമായ ഹജ്ജിന് പുറപ്പെടുക കുറച്ച് പ്രയാസകരമായ കാര്യമാണ്. പിന്നീട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖല, മാതാപിതാക്കൾ മോശമായി പെരുമാറുമ്പോൾ അവരോട് നല്ല നിലയിൽ വർത്തിക്കുക, അല്ലെങ്കിൽ മക്കൾ മോശമായി വർത്തിക്കുമ്പോൾ അവർക്ക് മാപ്പ് കൊടുക്കുകയും അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക. ഭാര്യ ദുസ്വഭാവം കാണിക്കുന്ന സമയത്ത് അവർക്ക് മാപ്പ് കൊടുക്കുകയും അവരോട് നല്ല ജീവിതം മുമ്പോട്ട് നീക്കുകയും ചെയ്യുക. ഭർത്താവ് വഷളരായി മാറുകയും മോശമായ കൂട്ടുകെട്ടുമായി ബന്ധപ്പെടുകയും ചെയ്യുമ്പോഴും ആ ഭർത്താവിന് സേവനം ചെയ്ത് അദ്ദേഹത്തെ സതുപദേശങ്ങൾ നടത്തി നല്ല വഴിയിലേക്ക് കൊണ്ടുവരിക. സമുദായത്തിലെ ആളുകൾ പ്രശ്നമുണ്ടാക്കുന്നു, കുഴപ്പമുണ്ടാക്കുന്നു, നമ്മെ പീഡിപ്പിക്കുന്നു, അവർക്കെല്ലാം മാപ്പ് കൊടുത്ത് അവരുമായി നല്ല നിലയിൽ വർത്തിക്കുക. സഹോദര സമുദായങ്ങൾ നമ്മളെ നിരന്തരം പീഡിപ്പിക്കുന്നു, മാനസികമായി ശാരീരികമായി ബുദ്ധിമുട്ടിക്കുന്നു. ഈ സമയത്ത് അവരുടെ അംഗങ്ങളോട് നല്ല നിലയിൽ പെരുമാറുകയും അവരുമായി സാഹോദര്യത്തിൽ വർത്തിക്കുകയും ചെയ്യുക മനുഷ്യന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹു പറയുന്ന ബുദ്ധിമുട്ടാണെങ്കിലും ഇത് പടച്ചവൻ അങ്ങേയറ്റം പ്രിയങ്കരമായ കാര്യമാണ്. നിങ്ങളെ ഈ ലോകത്തും ഉയർത്തും, നാളെ പരലോകത്തിലും വിജയിപ്പിക്കുന്ന ഗുണമാണ്. അനുകൂല സാഹചര്യത്തിൽ നന്മകൾ ചെയ്യുക വളരെ നല്ല കാര്യം. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ധാരാളമായി നൽകുമാറാകട്ടെ. അതിനെ നിന്ദിക്കുന്നതല്ല, നിസ്സാരപ്പെടുത്തുന്നതല്ല. പക്ഷേ പ്രതികൂല സാഹചര്യത്തിൽ നന്മകൾ പ്രവർത്തിക്കുന്നത് അത് പടച്ചവന് വളരെ ഇഷ്ടമായ കാര്യമാണ്. സഹാബത്തിന്റെ വ്യതിരക്തത, അവരുടെ മഹനീയ ഗുണം അവിടെയാണ്. الذين استجابوا لله والرسول من بعد ما أصابهم القرح, മുറിവുകൾ ഏറ്റതിനു ശേഷവും അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ പരിപൂർണമായി അവർ പാലിക്കുകയുണ്ടായി, നല്ല മനസ്സോടെ പാലിക്കുകയുണ്ടായി. അത് പാലിക്കാൻ ഒരു ചിന്ത വേണം. എന്താണ്? എന്നോട് ഈ നൽകുന്നതായ കൽപ്പന എന്റെ ഗുണത്തിന് വേണ്ടിയാണ്. ഡോക്ടറുടെ അരികിൽ ഒരു മനുഷ്യൻ പോയി ഇരിക്കുന്നു. പലപ്പോഴും ഇഷ്ടപ്പെടാത്ത കാര്യം അദ്ദേഹം പറയും. മേലാൽ തണുത്ത വെള്ളം തൊട്ടുപോകരുത്, മധുരവുമായി ബന്ധപ്പെടരുത്. വളരെ സന്തോഷത്തോട് ഡോക്ടറുടെ ആ കൽപ്പന സ്വീകരിക്കും. യാത്രയിലാകട്ടെ നാട്ടിലാകട്ടെ ഇൻസുലിൻ കൂട്ടത്തിൽ കൊണ്ടു നടക്കണം. ഒന്നും എടുത്തില്ല എങ്കിലും അതും എടുത്തുകൊണ്ട് ആളുകൾ യാത്ര ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഈ കൽപ്പന എന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നറിയാം. ഇപ്രകാരം രാത്രി ഗാഢമായ നിദ്രയിൽ കഴിയുന്ന സമയത്തും പടച്ചവൻ വിളിക്കുന്നത് എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്.
വളരെ കഠിനമായ വേനൽക്കാലത്ത് നോമ്പ് പിടിക്കുന്നത് എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ദാനധർമ്മങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സമയത്തും ദാനധർമ്മം ചെയ്യുന്നതിന് പ്രതിഫലം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ജനങ്ങൾ മോശമായി പെരുമാറുമ്പോഴും അവരോട് നല്ല നിലയിൽ വർത്തിക്കുന്നതിന് വലിയ മഹത്വമുണ്ട്, സ്ഥാനമുണ്ട്. അതിന്റെ ഫലം എനിക്ക് ലഭിക്കുന്നതാണ് എന്നൊരു മനുഷ്യൻ മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഈ കൽപ്പനകളെല്ലാം പാലിക്കൽ എളുപ്പമാകുന്നതാണ്. മഹാന്മാരായ സഹാബാക്കൾ ആ നിലയിലായിരുന്നു. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹം കണ്ണീർ വാർക്കുകയുണ്ടായി. ഭാര്യ പറഞ്ഞു, എന്തിനാണ് ഈ സമയത്ത് കരയുന്നത്? മരണമേ മരണമേ എന്ന് എപ്പോഴും പാട്ടുപാടിക്കൊണ്ടിരുന്ന നിങ്ങൾ ഈ മരണം വരുന്ന സമയത്ത് എന്തിനാണ് കരയുന്നത്? പ്രിയപ്പെട്ടവളെ, എനിക്ക് തോട്ടം വെച്ച് പിടിപ്പിക്കാനോ അല്ലെങ്കിൽ കൂടിയ ആഹാരം കഴിക്കാനോ സുഖസുഷുപ്തിയിൽ കഴിയാനോ കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ ഇപ്രകാരം കരയുന്നത്. ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയാമോ? പാതിരാത്രി സമയത്ത് ഉറക്കം അങ്ങേയറ്റം പ്രിയങ്കരമാകുമ്പോൾ ആദ്യം വേച്ച് എഴുന്നേറ്റ് എന്നിട്ട് പോയി ഒളൂ ചെയ്ത് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ട് നമസ്കരിച്ച് സുജൂദിൽ കണ്ണീർ വാർക്കാനുള്ള സൗഭാഗ്യം എനിക്കിനി ലഭിക്കുകയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കരയുകയാണ്. കഠിനമായ വേനലിൽ ആഹാരപാനീയങ്ങളിലേക്ക് മനസ്സ് വെമ്പൽ കൊള്ളുമ്പോൾ നോമ്പ് പിടിച്ച് ഉച്ചസമയങ്ങളിൽ പ്രത്യേകിച്ചും സായാഹ്നങ്ങളിൽ വയറും തടകിക്കൊണ്ടിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു അനുഭൂതിയുണ്ടല്ലോ, അതിന് ലഭിക്കുകയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കരയുകയാണ്. അതുപോലെ നിഷേധികളുമായിട്ടുള്ള പോരാട്ടത്തിൽ, സത്യത്തിന്റെ രണാങ്കണത്തിൽ പടച്ചവന്റെ വചനം ഉയർത്താൻ വേണ്ടി പോരാടുമ്പോൾ ലഭിക്കുന്ന ഒരു സുഖാനുഭൂതിയുണ്ടല്ലോ, രസാനുഭൂതിയുണ്ടല്ലോ, അതെനിക്ക് ലഭിക്കുകയില്ലെന്ന് വിചാരിച്ച് ഞാൻ കരയുകയാണ്. الذين استجابوا لله والرسول من بعد ما أصابهم القرح للذين أحسنوا منهم واتقوا أجر عظيم. അള്ളാഹു ഈ കാര്യം പറയുന്നു. ഈ ഗുണം എവിടെ നിന്ന് കിട്ടും? രണ്ട് ഗുണങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ ഈ മഹനീയ ഗുണം ഉണ്ടായിത്തീരും. ഒന്ന് ലില്ലദീന അഹ്സനു, അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി നന്മകളിൽ മുഴുകുന്നതായ ആളുകൾ. അതുപോലെ ജീവിതയാത്ര സൂക്ഷ്മതയോടുകൂടി മുമ്പോട്ട് നയിക്കണം. എന്റെ ജീവിതം അപകടത്തിലാകാൻ പാടില്ല. ഞാൻ വാഹനം ഓടിക്കുന്നത് സൗകര്യത്തിന് വേണ്ടിയാണ്, ഒരിക്കലും നാശത്തിന് വേണ്ടിയല്ല എന്ന് വിചാരിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവർ, ഈ രണ്ട് ഗുണങ്ങളുള്ളവർക്ക് ഈ മേൽപ്പറയപ്പെട്ട പടച്ചവനെ ഏത് സാഹചര്യത്തിലും അനുസരിക്കുക എന്ന ഗുണം എളുപ്പത്തിൽ ലഭ്യമാകുന്നതാണ്. للذين أحسنوا منهم واتقوا أجر عظيم. ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും പടച്ചവൻ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ നന്മകളിൽ മുഴുകുകയും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ മഹനീയ ഗുണം നൽകുമാറാകട്ടെ. പടച്ചവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ച് മരിക്കാൻ, പ്രത്യേകിച്ചും ഈ പറയപ്പെട്ട മൂന്ന് ഗുണങ്ങൾ ഏത് സാഹചര്യത്തിലും അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെടാൻ, അതുപോലെ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി നന്മകൾ പ്രവർത്തിക്കാൻ, സൂക്ഷ്മതയോടെ ജീവിതയാത്ര നീക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.